നിധി, എന്താന്ന് വെച്ചാ എന്നോട് പറ. നിനക്ക് എന്താ പറ്റിയത്? ഈ മനമാറ്റത്തിന്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞില്ലേ ഗൗതം, ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഓ, നിന്റെ ഒരു ദുസ്വപ്നം. മേലിത് മിണ്ടി പോകരുത് എന്നോട്, പറഞ്ഞേക്കാം. ഞാനെന്താ പൊട്ടനാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? 5-10 മിനിറ്റ് കട്ടിൽ കിടന്നൊന്ന് മയങ്ങി കാണും. ആ സമയത്ത് ദുസ്വപ്നം കണ്ടുപോലും. അതിന്റെ പേരിൽ ഇത്രയും പ്ലാൻ ചെയ്ത ട്രിപ്പ് വേണ്ടാന്ന് വെക്കുക. ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഈ പറഞ്ഞ ദുസ്വപ്നത്തിന്റെ കഥയൊക്കെ പച്ച കള്ളമാണെന്ന് എനിക്കറിയാം. സത്യം പറ നിധി, എന്തുകൊണ്ടാണ് നീ വരുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. വേറെ ഒരു കാരണവും ഇല്ല. ഇനി അതിനെക്കുറിച്ച് മിണ്ടി പോകരുത്. നീ എന്തോ ഭ്രാന്ത് പറയുന്നെന്ന് പരാതി പറയാൻ വേണ്ടി അമ്മയുടെ അടുത്ത് ചെന്നപ്പോ അമ്മ സമർത്ഥമായിട്ട് ഒഴിഞ്ഞു മാറി. ഇവിടെ ഇത് എന്തൊക്കെയാ നടക്കുന്നത്? എനിക്ക് മനസ്സാവുന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വിറ്റ്സർലാൻഡിന് പോകുന്നു പറഞ്ഞപ്പോ നീ എന്തുമാത്രം സന്തോഷിച്ചതാ. അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ രണ്ടാളും ഒരുമിച്ച് സ്വപ്നം കണ്ടതല്ലേ, ആഗ്രഹിച്ചതല്ലേ, വല്ലാതെ കൊതിച്ചതല്ലേ. എല്ലാം പെട്ടെന്ന് വേണ്ടാന്ന് വെക്കാൻ എന്താ കാരണം? ഗൗതമനേക്കാൾ അതിനൊക്കെയുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ വരില്ല ഗൗതം. ടൈമായി എന്നുള്ള ഡിലേ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നേ. ഇത് ഞാൻ നിന്റെ കാല് പിടിക്കാം. ഒന്ന് വാ, ഇപ്പൊ ഇറങ്ങിയ ഫ്ലൈറ്റ് മിസ്സാവില്ല പ്ലീസ്. ഈ വീട്ടിൽ എന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കണ്ടെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എങ്കിൽ കേട്ടോ, നീയും ഗൗതമും സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല. അത്രേ ഉള്ളൂ. ആലോചിച്ച സമയങ്ങളല്ലേ, വാ ഇറങ്ങാം. ഇല്ല ഗൗതം, ഞാൻ വരില്ല. നീ വരില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഗൗതം. വരുന്നോ ഇല്ലയോ അത് പറ. വേണ്ട, ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനി ഈ ടിക്കറ്റ് എന്തിനാ? കാണാനോ? എന്റെ സന്തോഷം മുഴുവൻ നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ അമ്മ ഈ യാത്രയ്ക്ക് പോകണ്ടെന്ന് ഒരിക്കലും പറയില്ല. ഗൗതം മോനെ, എടാ നീ എവിടെ പോവാ ഗൗതം? മോനെ, ഗൗതം, എടാ മോനെ, എടാ മോനെ, ഗൗതം, എടാ പോവല്ലേ, എടാ പോവല്ലേ ഗൗതം.